മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ഏലപ്പാറയിൽ ഹോട്ടൽ ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതമംഗലം സ്വദേശി മനുവാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് സംശയം. ലോഡ്ജിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പം താമസിച്ചിരുന്ന ജാർഖണ്ഡ് സ്വദേശി ഒളിവിലാണ്. സംഭവത്തിൽ പീരുമേട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വളരെ ദുരൂഹത ഉയർത്തുന്ന ഒരു സംഭവമാണ് ഏലപ്പാറയിൽ ഉണ്ടായിരിക്കുന്നത്. ഏലപ്പാറയിലാണ് ഹോട്ടൽ ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോതമംഗലം സ്വദേശി മനു. ഒപ്പം ഇതിൽ ഏറെ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം, ഒപ്പം താമസിച്ചിരുന്ന ജാർഖണ്ഡ് സ്വദേശി ഇപ്പോൾ ഒളിവിലാണ് എന്ന കാര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ അന്വേഷണം സംശയങ്ങൾ ഇയാളിലേക്ക് തന്നെ നീളുന്നു എന്ന് വേണം കരുതാൻ. പോലീസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. ലോഡ്ജിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഹോട്ടൽ ജീവനക്കാരൻ മനുവാണ്, കോതമംഗലം സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ദുരൂഹത സ്വാഭാവികമായും പുറത്തു വരേണ്ടി വരും. എന്തായാലും ഈ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ പോലീസിൻ്റെ അന്വേഷണം കൂടി ആ നിലയിൽ നടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കോതമംഗലം സ്വദേശി മനു ഏലപ്പാറയിലെ ഒരു ലോഡ്ജിലാണ് ദുരൂഹ സാഹചര്യത്തിൽ ഈ മരണം കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഈ ജാർഖണ്ഡ് സ്വദേശിയുടെ നീക്കങ്ങൾ? ഇയാൾ എവിടെ പോയി? കേരളം വിട്ടോ? തുടങ്ങിയ നിരവധിയായ വിഷയങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിലേക്കാവും പോലീസിൻ്റെ അന്വേഷണം കടന്നിരിക്കുക എന്ന് വേണം മനസ്സിലാക്കണം. പി.എ. സാഗർ ചേരുന്നു. സാഗർ, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ജാർഖണ്ഡ് സ്വദേശിയുടെ ഇടപെടലുകളിലേക്ക് തന്നെയാണോ പോലീസിൻ്റെ അന്വേഷണം നീളുന്നത്? സജിത, ഏലപ്പാറയിൽ സ്വകാര്യ ലോഡ്ജിലാണ് യുവാവിനെ മരിച്ച നിലയിൽ ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത്. കോതമംഗലം സ്വദേശിയായ മനുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം കൊലപാതകമാണെന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശി ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി പീരുമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരും ഏലപ്പാറയിലെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരാണ്. ഇവർ ലോഡ്ജിൽ മുറിയെടുത്താണ് താമസിച്ചു വന്നിരുന്നത്. ഇവർ തമ്മിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ തർക്കം സംഘർഷത്തിലെത്തുകയും തുടർന്ന് മനു കൊല്ലപ്പെടുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാവിലെ ലോഡ്ജ് ജീവനക്കാർ എത്തി മുറിയിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്ന ഇതേ മനു മരണപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് ഇവർ പീരുമേട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശിക്കായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. സാഗർ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ആ ലോഡ്ജിൽ. ഒപ്പം രണ്ടുപേരുടെയും കഴിഞ്ഞ കാലത്തെ എന്തെങ്കിലും സംശയകരമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും സംശയത്തിൽ പെട്ടിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം കടക്കുന്നുണ്ടോ? സജിത്ത്, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. ഇവർ ഏലപ്പാറയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം പോലീസ് തിരക്കി വരുന്നുണ്ട്. കാരണം ഇവർ ഒരു ലോഡ്ജിൽ മുറിയെടുത്താണ് ഇരുവരും താമസിച്ച് വന്നിരുന്നത്. ഈ കോതമംഗലം സ്വദേശിയായ മനുവും ജാർഖണ്ഡ് സ്വദേശിയും ഒരു റൂമിലാണ് താമസിച്ചു വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി സമീപത്തുള്ള ആളുകൾ പറഞ്ഞിരുന്ന പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ തർക്കമാണോ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ജാർഖണ്ഡ് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം മനു കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പ്രദേശത്ത് ഇയാളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇയാൾ സ്ഥലത്ത് നിന്നും മാറിയിരിക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സജിത്, സാഗർ സൂചിപ്പിക്കുന്നതനുസരിച്ച് കൂടുതൽ വ്യക്തത ഈ സംഭവത്തിൽ ഇനിയും വരാനുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പീരുമേട് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഈ ജാർഖണ്ഡ് സ്വദേശിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം നടക്കും. മനു എന്ന കോതമംഗലം സ്വദേശിയുടെ മരണത്തിന് ഇടയാക്കിയത് എന്താണ് സംഭവിച്ചത്? ആ ഹോട്ടൽ മുറിയിൽ, ലോഡ്ജ് മുറിയിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ദുരൂഹതകൾ നിരവധിയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ പോലീസിന്റെ കണ്ടെത്തലുകൾ ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജാർഖണ്ഡ് സ്വദേശി ഒളിവിലാണ്. ഹോട്ടലിലെ സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.